ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗാണ്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കൊടുവായൂർ. സോ അതുകൊണ്ടാണ് വ്ളോഗ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വോയിസ് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, കുറച്ച് ജലദോഷം പനിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. അതല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കൊടുവായൂർ. കാരണം ഇക്ക മലേഷ്യ പോയിരിക്കുകയായിരുന്നു ടൂറിന്. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് പോയി. അപ്പോൾ ഇന്ന് മൂപ്പരെ നമ്മൾ വിളിക്കാൻ വരുന്ന ദിവസമായിരുന്നു. സോ ഞങ്ങൾ റെഡിയാക്കി ഇരുന്നിട്ട് മൂപ്പര് വന്നു. കുറച്ച് നേരം ഇരുന്നു, ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഒരു ഉച്ചയാകുമ്പോൾ ഇറങ്ങി. മൂപ്പര് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഞങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ടേ പോവുകയുള്ളൂ കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് റെസ്റ്റിന് ശേഷം ഞാൻ വീണ്ടും ബാക്ക് ടു റൊട്ടീനിലേക്ക് പോവാണ്. ഇനി ഇത്രയും ദിവസം ഒരു ഒരാഴ്ച കാലം നമ്മൾ ഉണ്ടാണ്ട് വീട്ടിൽ തിന്നും കുടിച്ചും കിടന്നു. ഇനി അത് പറ്റില്ല. ഇനി 3 നേരം വെച്ചുണ്ടാക്കണം, പാത്രം കഴുകണം, എല്ലാം ചെയ്യണം, കുട്ടീനെ നോക്കണം. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായ സമയമായപ്പോൾ ഉച്ചയായപ്പോൾ നെഹക്കൊക്കെ വിശക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ധാബയിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മൾ ധാബാൻ്റെ ഉള്ളിലേക്ക് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നെയ്ഹ. സോ നമ്മൾ ഓർഡർ ചെയ്തത് നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും. ഓർഡർ ചെയ്ത് നല്ല തൈര് സാധമാണ് കേട്ടോ. ഞാൻ ചോദിച്ചു പോയത് സാമ്പാർ വടയ്ക്കാണ്, പക്ഷെ അത് കിട്ടിയില്ല. സോ ചിക്കൻ റൈസ്, അതായത് ഫ്രൈഡ് റൈസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതിൽ നെയ്ഹാക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളായ കറിവേപ്പില, ക്യാപ്സിക്കം ഒക്കെ മാറ്റിയെടുത്ത് കൊടുത്തിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് സോസൊക്കെ ഒഴിച്ചിട്ട് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാനിരുന്നു കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞു. ബില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നെയ്ഹാക്ക് ഐസ്ക്രീം വേണം പോലും. പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം ആ സന്തോഷത്തിൽ നടക്കണം കണ്ട. ഇനി കാറിൽ കയറിയതും അതിന് എടുത്ത് തിന്നു, കണ്ടില്ലേ. പിന്നെ വീടൊക്കെ എത്തി. ഇനി ബാക്ക് ടു റൊട്ടീനാണ്. ഇനി നിങ്ങൾക്ക് ഡെയിലി വ്ളോഗ് പ്രതീക്ഷിക്കാം. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ഇനിയാണ് എനിക്ക് പണി. ആ കഥ തുറന്നു കഴിയുമ്പോൾ അറിയാം. കണ്ടില്ലേ, മലേഷ്യ പോയിട്ട് ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വന്ന സാധനങ്ങൾ. ഇനി സാധനങ്ങളൊക്കെ നോക്കിയൊക്കെ ഇട്ടൊക്കെ നോക്കി അടുക്കി പെറുക്കി അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ്, ബാക്ക് ടു ഹോം വ്ളോഗ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.